പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ FIUGPയുടെ സെക്കൻഡ് സെമസ്റ്റർ പൂർത്തിയാക്കി തേർഡ് സെമസ്റ്ററിലോട്ട് കടക്കാൻ പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തേർഡ് സെമസ്റ്ററിലെ കോഴ്സ് സെലക്ഷൻ, അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം തേർഡ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് മേജർ ചേഞ്ച് ചെയ്യാനും കോളേജ് ചേഞ്ച് ചെയ്യാനും യൂണിവേഴ്സിറ്റി ചേഞ്ച് ചെയ്യാനുമുള്ള ഓപ്ഷൻസ് ഉണ്ട്, അതായത് സ്വിച്ചിങ് ഓപ്ഷൻസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. തേർഡ് സെമസ്റ്ററിൽ ഏതൊക്കെ സബ്ജക്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. നമുക്ക് മേജർ സബ്ജക്റ്റ് പഠിക്കാനുണ്ട്, മൈനർ സബ്ജക്റ്റ് പഠിക്കാനുണ്ട്, ഇലക്റ്റീവ് സബ്ജക്റ്റ് ഉണ്ട്, MDC ഉണ്ട്, അതുപോലെ തന്നെ വാല്യൂ ആഡഡ് കോഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്തരം കോഴ്സുകളാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ആദ്യം മേജർ സബ്ജക്റ്റ് നമ്മുടെ പേരൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് നമ്മൾ മേജർ പഠിക്കേണ്ടത്. ഇപ്പം നിങ്ങൾ മേജർ കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സിൻ്റെ മേജർ സബ്ജക്റ്റ് ആയിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. ഇനി നിങ്ങൾ മേജർ ഷിഫ്റ്റ് ചെയ്യുകയാണ്, ഓക്കെ, കൊമേഴ്സിൽ നിന്ന് മാനേജ്മെൻറ്റിലോട്ട് മാറുകയാണെങ്കിൽ നിങ്ങളുടെ മേജർ സബ്ജക്റ്റ് അവിടെ മാനേജ്മെൻറ്റിൻ്റെ സബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു മേജർ പഠിക്കാനുണ്ട്. അടുത്ത മൈനർ, 2 മൈനറാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. മൈനർ നമുക്കറിയാം സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുക്കാൻ പറ്റില്ല, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേണം എടുക്കാൻ. നിങ്ങൾ കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സിൽ നിന്ന് എടുക്കാൻ പറ്റില്ല, മാനേജ്മെൻറ്റ്, എക്കണോമിക്സ് അങ്ങനെ തുടങ്ങി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് മൈനർ ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത എലക്റ്റീവ് ഓർക്കേണ്ട കാര്യം, നിങ്ങളുടെ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിലെ എലക്റ്റീവ് മാത്രമേ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ എടുക്കാൻ സാധിക്കില്ല, മേജർ ഡിസിപ്ലിനിൽ മാത്രമേ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്ത MDC നമുക്കിവിടെ പഠിക്കാനുള്ളത് കേരള സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ കേരള സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ അതർ ലാംഗ്വേജിലോ ഒക്കെ പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ച ഡൗട്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ, BA മലയാളം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് MDC ആയിട്ട് കേരള സ്റ്റഡീസ് മലയാളം ചൂസ് ചെയ്യാം എന്ന ക്ലാരിഫിക്കേഷൻ ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട്. അപ്പം BA മലയാളം പഠിക്കുന്നവർക്ക് കേരള സ്റ്റഡീസ് മലയാളത്തിൽ പഠിക്കാവുന്നതാണ്. ഓക്കെ, അടുത്താണ് VAC നിങ്ങൾക്ക് പേരൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം. ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകളാണ് തേർഡ് സെമ്മിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഓരോ സബ്ജക്റ്റും വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ചവറയാണെങ്കിൽ സബ്ജക്റ്റ് എടുക്കുക, നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് 6 സബ്ജക്റ്റുകളാണ് തേർഡ് സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്. ആദ്യമായിട്ട് മേജർ പേരൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, 2 മൈനറുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ എടുക്കാം. പേരൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒഴികെ മറ്റു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് MDC ഉണ്ട്, കേരള സ്റ്റഡീസ്, അതോടൊപ്പം തന്നെ VAC ഉണ്ട്. VAC സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ മറ്റു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ MDC കേരള സ്റ്റഡീസാണ്, ഇംഗ്ലീഷിലോ അതർ ലാംഗ്വേജിലോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് VAC എന്താണെന്ന് നോക്കാം. VAC ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണോ എടുക്കാം. പേരൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുത്താൽ അത്രയും നല്ലത്, പക്ഷേ കമ്പൽസറി ഒന്നുമില്ല. നിങ്ങൾക്ക് മറ്റു ഡിപ്പാർട്ട്മെൻറ്റിലെ കോഴ്സാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി VACയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ, അല്ലെങ്കിൽ ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് നിങ്ങളുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക, വാല്യൂ അഡീഷൻ ചെയ്യുക. അതാണ് VAC കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഡിഗ്രിക്ക് അഡീഷണൽ വാല്യൂസ് കിട്ടും. അതായത് നിങ്ങളൊരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പം നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുന്ന രീതിയിലുള്ള കോഴ്സുകളാണ് VAC ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേരൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ മറ്റു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, VAC ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ എത്തിക്സ്, ബിസിനസ് എത്തിക്സ് പോലുള്ള സബ്ജക്റ്റുകളായിരിക്കും നിങ്ങൾ VACയിൽ പഠിക്കുന്നത്. ഓക്കെ, അടുത്താണ് MDC കേരള സ്റ്റഡീസാണ്. ഞാൻ പറഞ്ഞു ലാംഗ്വേജിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഇംഗ്ലീഷിലോ അതർ ലാംഗ്വേജിലോ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്താണ് കോഴ്സ് ഷിഫ്റ്റിംഗ്. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് മേജർ ചേഞ്ച് ചെയ്യാം, കോളേജ് ചേഞ്ച് ചെയ്യാം, യൂണിവേഴ്സിറ്റി ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ ക്രൈറ്റീരിയാസ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം അറ്റ്ലീസ്റ്റ് 1 DSc ഓർ MDC ഇൻ ഫസ്റ്റ് 2 സെമസ്റ്റർ. അതായത് ഇപ്പം നിങ്ങൾ കൊമേഴ്സിൽ നിന്ന് മാനേജ്മെൻറ്റിലോട്ട് നിങ്ങളുടെ മേജർ ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചോ, അപ്പം മാനേജ്മെൻറ്റിൻ്റെ സബ്ജക്റ്റ് നിങ്ങൾ മൈനറായിട്ടോ MDC ആയിട്ടോ പഠിച്ചിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അതായത് ഇപ്പം നിങ്ങൾക്ക് എക്കണോമിക്സിലോട്ട് മാറണമെന്ന് വെച്ചോ, പക്ഷേ എക്കണോമിക്സ് നിങ്ങൾ മൈനറായിട്ടോ MDC ആയിട്ടോ ഓൺലൈനായിട്ടോ ഒന്നും പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മാറാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ മൈനറായിട്ടോ MDC ആയിട്ടോ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു മേജറിലോട്ട്, ആ ഒരു മേജർ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ അടുത്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ, ആദ്യത്തെ 2 സെമസ്റ്ററിലും നിങ്ങൾ എല്ലാ കോഴ്സും പാസ്സായിരിക്കണം. ഓക്കെ, വളരെ ശ്രദ്ധിക്കുക, എല്ലാ കോഴ്സും പാസ്സായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഷിഫ്റ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.
അടുത്തത് ഇമ്പോർട്ടൻ്റ് കൺസിഡറേഷൻ ഫോർ സ്വിച്ചിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ക്രെഡിറ്റ് കമ്പൻസേഷൻ, അതായത് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ FYUGP റെഗുലേഷനിൽ ക്രെഡിറ്റ് റിക്വയർമെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ഈ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് മേജറിന് ഇത്ര ക്രെഡിറ്റ് വേണം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗൈഡ് ലൈൻ നിങ്ങൾ എന്ത് ചെയ്യണം, പാലിച്ചിരിക്കണം. മേജർ ഷിഫ്റ്റ് ചെയ്താലും നിങ്ങൾ ആ ഒരു ക്രൈറ്റീരിയ ഫുൾഫില്ല് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, അടുത്ത അഡീഷണൽ ടൈം, അതായത് നിങ്ങൾക്ക് മേജറൊക്കെ ചേഞ്ച് ചെയ്യാം, പക്ഷേ ഈ ക്രെഡിറ്റ് റിക്വയർമെൻറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് മേ ബി അഡീഷണൽ ടൈം എന്ത് ചെയ്യും, എടുക്കും. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ്, അതായത് എല്ലാ സബ്ജക്റ്റിനും സെം ഫീ ഒരുപോലെ അല്ല, അല്ലെങ്കിൽ എക്സാം ഫീ ഒരുപോലെ അല്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് നമ്മുടെ കൊമേഴ്സിനുള്ള ഫീസ് ആയിരിക്കില്ല മാനേജ്മെൻറ്റിന്, കൊമേഴ്സിൽ തന്നെ കോർപ്പറേഷനുള്ള ഫീസ് ആയിരിക്കില്ല കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പം നിങ്ങളുടെ മേജർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫീസിൽ എന്തുണ്ടായേക്കാം, ചേഞ്ച് ഉണ്ടായേക്കാം. അതായത് ഇപ്പം നിങ്ങൾ കൊമേഴ്സിൽ നിന്ന് മാനേജ്മെൻറ്റിലോട്ട് പോകുന്ന സമയത്ത് ആ സെമ്മ് മുതൽ നിങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ ഫീസ് വേണം അടയ്ക്കേണ്ടത്. അപ്പം ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്താണ് അഡീഷണൽ സീറ്റ് ഫോർ സ്വിച്ചിങ്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലും മുമ്പത്തെ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് സെമസ്റ്റർ കഴിയുമ്പോൾ, അതായത് തേർഡ് സെമ്മിലെ എല്ലാ കോളേജിലും എന്ത് ചെയ്യും, 10% സീറ്റ് ഇൻക്രീസ് ചെയ്യും. അതായത് ഇപ്പം നിങ്ങളെ കോളേജിൽ 30 പേരാണുള്ളതെന്ന് വെച്ചോ, അപ്പം 30ൻ്റെ 10% 3 സീറ്റ് കൂടി എന്ത് ചെയ്യും, അവിടെ ഇൻക്രീസ് ചെയ്യും. ഈ ഇൻക്രീസ് ചെയ്ത സീറ്റിലോട്ട് അഡീഷണൽ സ്റ്റുഡൻസിന് വരാം. അല്ലെങ്കിൽ ഇപ്പം കൊമേഴ്സിൽ 30 പിള്ളേരുണ്ടെന്ന് വെച്ചോ, അപ്പം ഇതിൽ നിന്ന് 2 പേര് വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി, അപ്പോൾ അവിടെ എത്ര വേക്കൻസി ആയി, 2 വേക്കൻസി ആയി. ഇനി 30ൻ്റെ 10%, അതായത് 3 സീറ്റ് കൂടെ അവിടെ ഇൻക്രീസ് ആവും അല്ലേ, 33 സീറ്റ് ആവും. അപ്പം 28 സീറ്റായിരുന്നെടുത്ത് 33 സീറ്റ് ആവുന്നു. 5 പേർക്ക് എന്ത് ചെയ്യാം, കൊമേഴ്സിലോട്ട് വരാം. ഓക്കെ, അപ്പം അഡീഷണൽ സീറ്റ് ഉണ്ടാവുന്നു. അതോടൊപ്പം തന്നെ 100% കോളേജ് കവറേജ്, അതായത് എല്ലാ കോളേജും എന്തിൻ്റെ ഭാഗമാവും, ഈ സ്വിച്ചിങ്ങിൻ്റെ ഭാഗമാവും. ഓക്കെ, കേരളത്തിലുള്ള അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള എല്ലാ കോളേജിനും എന്ത് ചെയ്യാം, എല്ലാ കോളേജിലോട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ മാർക്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുന്നത്. ഓക്കെ, സ്വിച്ചിങ് 3 ടൈപ്പ് ഉണ്ട്. ഇൻട്രാ കോളേജ് സ്വിച്ചിങ്, ഇൻ്റർ കോളേജ് സ്വിച്ചിങ്, ഇൻ്റർ യൂണിവേഴ്സിറ്റി സ്വിച്ചിങ്. അതായത് നിങ്ങൾക്ക് കോളേജിൻ്റെ അകത്ത് തന്നെ ചേഞ്ച് ചെയ്യാം, മേജർ ചേഞ്ച്. ഓക്കെ, ഇനി കോളേജിൽ നിന്ന് വേറൊരു കോളേജിലോട്ട് പോകും, ഒരു കോളേജിൽ നിന്ന് വേറൊരു കോളേജിലോട്ട് പോകും, അതാണ് ഇൻ്റർ കോളേജ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. പിന്നെ ഇൻ്റർ യൂണിവേഴ്സിറ്റി, ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വേറൊരു യൂണിവേഴ്സിറ്റി, ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, MG യൂണിവേഴ്സിറ്റിയിലോട്ട് പോകാനായിട്ട് സാധിക്കും. അടുത്താണ് റിസർവേഷൻ. ഇതും നമ്മുടെ അടുത്ത് പലരും ചോദിച്ച കാര്യമാണ്. ഈ സീറ്റിൻ്റെയൊക്കെ ഇൻക്രീസ് ഉണ്ട്, അപ്പം അതിൻ്റെയൊക്കെ ഫലമായിട്ട് റിസർവേഷൻ അവിടെ കണക്കാക്കുമോ? യെസ്, റിസർവേഷൻ കണക്കാക്കും. അഡ്മിഷൻ്റെ സമയത്തുള്ള റിസർവേഷൻ പോളിസി എന്ത് ചെയ്യേണ്ടി വരും, ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. SC/ST റിസർവേഷൻ പോലുള്ളവ ഫോളോ ചെയ്ത് മാത്രമായിരിക്കും എന്ന് പറയുന്ന സ്വിച്ചിങ് പ്രോസസ്സ് നടക്കുന്നത്. അടുത്താണ് വെൻ ടു അപ്ലൈ ഫോർ സ്വിച്ചിങ്ങിന് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്. കംപ്ലീറ്റ് സെക്കൻഡ് സെമസ്റ്റർ കംപ്ലീറ്റ് ആയ ശേഷമാണ് നിങ്ങൾക്ക് സ്വിച്ചിങ്ങിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എല്ലാ കോഴ്സ് വർക്കും നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിരിക്കണം. അടുത്ത യൂണിവേഴ്സിറ്റി റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, റിസൾട്ട് ചെക്ക് ചെയ്യണം. എല്ലാ സബ്ജക്റ്റും പാസ്സായെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഓക്കെ, ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, സ്വിച്ചിങ്ങിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ടൈമിംഗ് ശ്രദ്ധിക്കുക, ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. സെക്കൻഡ് സെമസ്റ്റർ റിസൾട്ട് വന്ന ശേഷം മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്ത ടൈപ്സ് ഓഫ് സ്വിച്ചിങ്, ഏതൊക്കെ തരം സ്വിച്ചിങ് ഓപ്ഷൻസ് ഉണ്ടെന്നാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇൻട്രാ കോളേജേറ്റ് ഷിഫ്റ്റിംഗ്, അതായത് മേജർ ചേഞ്ചാണ് ഉദ്ദേശിക്കുന്ന. ഒരേ കോളേജിൽ 2 മേജർ, അതായത് ഒരു മേജറിൽ നിന്ന് വേറൊരു മേജറിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ കൊമേഴ്സിൽ നിന്ന് മാനേജ്മെൻറ്റിലോട്ട്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൽ നിന്ന് കൊമേഴ്സിലോട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകത വെച്ചാൽ നിങ്ങൾ ഒരേ കോളേജ് തന്നെ ആയിരിക്കും പഠിക്കുന്നത്, നിങ്ങളുടെ മേജർ ചേഞ്ച് ആവുന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആണ്. ഓക്കെ, ഇപ്പം ഒരു കോളേജിൽ നിന്ന് വേറൊരു കോളേജിലോട്ട് പോകുന്ന സമയത്ത് അവിടുത്തെ എൻവയോൺമെൻ്റ് ആയിട്ട് പൊരുത്തപ്പെടാൻ നമ്മൾ കുറച്ച് ടൈം എടുക്കും. പക്ഷേ മേജർ ഷിഫ്റ്റിങ്ങിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഒരേ കോളേജിൽ തന്നെയാണ് പഠിക്കുന്നത്. ഓക്കെ, അടുത്ത ഇൻ്റർ കോളേജ് ട്രാൻസ്ഫർ, ഒരു കോളേജിൽ നിന്ന് വേറൊരു കോളേജിലോട്ട്, യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ കീഴിലുള്ള ഒരു കോളേജിൽ നിന്ന് വേറൊരു കോളേജിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ആവുന്നു. അപ്പം പുതിയൊരു ക്യാമ്പസിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പോവേണ്ടി വരും. പക്ഷേ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എന്താവുന്നില്ല, ചേഞ്ച് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ആ ഒരു എൻവയോൺമെൻറ്റ് മാറ്റം ഉണ്ടാവും. നിങ്ങൾ മുമ്പ് പഠിച്ച കോളേജ് പോലെ ആവണമെന്നില്ല അടുത്ത് പോണ കോളേജ്, അത് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ഇൻ്റർ യൂണിവേഴ്സിറ്റി, ഇത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വേറൊരു യൂണിവേഴ്സിറ്റി, ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MG യൂണിവേഴ്സിറ്റിയിലോട്ട് നിങ്ങൾ മാറുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് കോംപ്ലക്സ് ആണ് കാര്യം. കേരള യൂണിവേഴ്സിറ്റിയിലെ റൂൾസ് ആയിരിക്കില്ല MG യൂണിവേഴ്സിറ്റിയിൽ എന്ന് പറയുന്ന അക്കാഡമിക് സിസ്റ്റം വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ചേഞ്ചസ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നേരിടേണ്ടതായിട്ട് വരും.
അതോടൊപ്പം തന്നെ ഈ ഓരോ ഷിഫ്റ്റിംഗ് ഓപ്ഷൻസിനും ആപ്ലിക്കേഷൻ സെപ്പറേറ്റ് ആണ്. മേജർ ഷിഫ്റ്റിങ്ങിന് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ, കോളേജ് ചേഞ്ചിന് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ, യൂണിവേഴ്സിറ്റി ചേഞ്ചിന് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം വാങ്ങണം. കോളേജിൻ്റെ ഓഫീസിൽ നിന്നോ വെബ്സൈറ്റിൽ നിന്നോ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം കിട്ടും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ആപ്ലിക്കേഷൻ ഫോമിൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ കൊടുക്കണം. അതോടൊപ്പം തന്നെ റിക്വയർഡ് ഡോക്യുമെൻറ്റ്, നിങ്ങളുടെ ഗ്രേഡ് ഷീറ്റ്, ID പ്രൂഫ്, സർട്ടിഫിക്കറ്റുകളെല്ലാം എന്ത് ചെയ്യണം, അതോടൊപ്പം കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, കൃത്യസമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. ഡേറ്റ് കഴിഞ്ഞ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, പിന്നെ ആപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് വായിച്ചു നോക്കണം. എല്ലാം കൃത്യമായിട്ട് ഫില്ല് ചെയ്യണം. ലേറ്റ് ആവാതെ അത് സബ്മിറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, ലേറ്റ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ഡീറ്റെയിലും ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഫോം എന്താ റിജക്റ്റ് ആവും. ഇനി പ്രധാനപ്പെട്ട ടൈം നോക്കാം. ജൂൺ 3 മുതൽ 5 വരെ നിങ്ങൾക്ക് എന്തായിരിക്കും ഇതിനെക്കുറിച്ച്, കോഴ്സ് ഷിഫ്റ്റിങ്ങിനെ കുറിച്ചുള്ള അവയർനെസ് ക്ലാസ് ഉണ്ടാവും. ഓക്കെ, ജൂൺ 5-ാം തീയതി എന്ത് ചെയ്യും, വേക്കൻസി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞില്ലേ 10% സീറ്റ് ഇൻക്രീസ് ചെയ്യുന്ന അതിൻ്റെ ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്യും. ജൂൺ 6 മുതൽ 10 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ജൂൺ 12-ന് എന്ത് ചെയ്യും, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു, പിന്നെ റിസർവേഷൻ ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ ബേസിൽ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ ജൂൺ 13-ാം തീയതി ഫസ്റ്റ് ഫേസ് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റിച്ചിങ്ങിൻ്റെ ഫസ്റ്റ് ഫേസ് സ്റ്റാർട്ട് ചെയ്യും. 16-ാം തീയതി റീ അറേഞ്ച്മെൻറ്റ് നടത്തി ഫൈനൽ വേക്കൻസി പബ്ലിഷ് ചെയ്യും. 17-ാം തീയതി സെക്കൻഡ് ഫേസ് നടക്കും. ഓക്കെ, ഫസ്റ്റ് ഫേസ് ഷിഫ്റ്റിംഗ് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യും, സെക്കൻഡ് ഫേസ് നടക്കും. ജൂൺ 17-ാം തീയതിക്ക് ശേഷം എന്ത് ചെയ്യും, വേക്കൻസി യൂണിവേഴ്സിറ്റിയെ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ 2 ഫേസ് ആയിട്ടായിരിക്കും സ്വിച്ചിങ് നടക്കുന്നത്. ഫസ്റ്റ് ഫേസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സെക്കൻഡ് ഫേസിലെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സ്വിച്ചിങ്ങിന് മുമ്പ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ അക്കാഡമിക് ഇൻട്രസ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യൂ. ഓക്കെ, കൂടെ ഇരിക്കുന്നവർ ഷിഫ്റ്റ് ചെയ്യുന്ന കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് താല്പര്യങ്ങളോ പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യില്ല, സ്വിച്ച് ചെയ്യരുത്. നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവൂ, ചേഞ്ച് ചെയ്യാവൂ. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ചേഞ്ച് ചെയ്യാവൂ. നിങ്ങളെക്കൊണ്ട് ഇപ്പോൾ കൊമേഴ്സ് പറ്റുന്നില്ല എന്ന് തോന്നണമെങ്കിൽ മാത്രമേ മാനേജ്മെൻറ്റിലോട്ട് പോകാവൂ. മാനേജ്മെൻറ്റ് നിങ്ങളെക്കൊണ്ട് പറ്റും, കൊമേഴ്സ് പറ്റില്ല എന്ന തോന്നലുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സ്വിച്ച് ചെയ്യാനായിട്ട് പാടുള്ളൂ. അടുത്താണ് ടൈം ലൈൻ ഇമ്പാക്റ്റ്. അതായത് ഞാൻ പറഞ്ഞു, കോഴ്സ് ഷിഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മേ ബി റിക്വയർമെൻറ്റ് ഫുൾഫില്ല് ചെയ്യാൻ പറ്റാതെ വരാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടി അഡീഷണൽ ടൈംസ് ചിലപ്പം എടുക്കും. ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ കരിയർ ഗോൾസ്, നിങ്ങൾക്ക് എന്താവാനാണോ ആഗ്രഹം അതനുസരിച്ച് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങളും ചൂസ് ചെയ്യാൻ. ഓക്കെ, നിങ്ങളുടെ ലക്ഷ്യം ഒന്ന് തിരഞ്ഞെടുക്കുന്ന വേറൊന്ന് ആവാൻ പാടില്ല. അടുത്താണ് ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളിപ്പോൾ കൊമേഴ്സിൽ നിന്ന് മേജർ ചേഞ്ച് ചെയ്ത് BBAയിലോട്ട് വരികയാണ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ പിന്നെ കോളേജിൽ അടയ്ക്കേണ്ടി വരിക മാനേജ്മെൻറ്റിൻ്റെ ഫീസായിരിക്കും. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ ഉണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ സ്വിച്ചിങ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. സൂക്ഷിച്ച് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മാത്രം ആ കാര്യങ്ങൾ ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്ക് അക്കാഡമിക് അഡ്വൈസറുടെ സഹായങ്ങൾ തേടാവുന്നതാണ്. നമ്മുടെ വൈകോമേഴ്സിൻ്റെ ഗ്രൂപ്പുണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ ഡൗട്ടെല്ലാം അവിടെ നമ്മൾ ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അടുത്ത് പറയുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജുകളെ കുറിച്ചാണ്. സെൽഫ് ഫിനാൻസിങ് കോളേജിൽ എന്തെങ്കിലും 10% സീറ്റ് ഇൻക്രീസ് ചെയ്യും. സെയിം പ്രോസസ്സാണ് ഗവൺമെൻറ് കോളേജിൽ നടക്കുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് സെൽഫ് ഫിനാൻസിങ് കോളേജിലും നടക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ തരം കോളേജിലോട്ടും എന്ത് കിട്ടും, ആക്സസ് കിട്ടുന്നതാണ്. ഓക്കെ, ഗവൺമെൻറ് ഗൈഡ് ലൈൻസൊക്കെ പ്രകാരമായിരിക്കും ഇതിൻ്റെ ചെയ്യുന്ന സ്വിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ തേർഡ് സെമസ്റ്ററുമായി അല്ലെങ്കിൽ സ്വിച്ചിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനായിട്ട് ഉള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലോ നമ്മുടെ ഗ്രൂപ്പിലോ ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം നമ്മുടെ വൈകോമേഴ്സിൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.